ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചക്കപ്പഴവും ക്യാരറ്റും വെച്ചിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഉണ്ടാക്കാവേ. ഇപ്പൊ വെക്കേഷൻ ടൈമിൽ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു റെസിപ്പിയാണിത്. ഇതിൽ ഒരുവിധ എല്ലാ വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഇതാണ്. അപ്പൊ നമ്മൾ വീഡിയോയിലൂടെ പോയി നോക്കാം. ഞാൻ ഡോക്ടർ സിനിസതി. അപ്പൊ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എടുത്തിട്ടുണ്ട്, ചക്കപ്പഴം എടുത്തിട്ടുണ്ട്, പാല് വേണം, റവ, പീനട്സ്, പിന്നെ ഇത് മിൽക്ക് മെയ്ഡ്, പിന്നെ മിൽക്ക് പൗഡർ വേണം, കോൺഫ്ലവർ 1 ടീസ്പൂൺ വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആകെ വേണ്ടത്. അപ്പം നമ്മൾ വീഡിയോയിലൂടെ പോയി നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം നമ്മൾ ചക്കപ്പഴത്തിൽ തോലെല്ലാം കളഞ്ഞിട്ട് ഉള്ളിലെ കുരുവും മാറ്റി അതങ്ങനെ ചുളയായിട്ട് എടുത്ത് വെക്കണേ. കുരു ഉണ്ടാകാൻ പാടില്ല. ചുളയായിട്ട് നമ്മൾ ഒരു ബൗൾ ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് ഒരു 4 എണ്ണം തോലെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് കഴുകിയിട്ട് പാതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ചോപ്പറിലിട്ടിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. ഇത് മാത്രമായിട്ട് നമ്മൾക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്താലും മതി. എന്നിട്ട് ആവശ്യത്തിന് കുറച്ചൊരു പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ചക്കപ്പഴം നമുക്ക് സ്കിന്നിന് വളരെ നല്ലതാണ്. അതുപോലെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഗട്ട് ഹെൽത്തിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വെയിറ്റ് കുറക്കാൻ, ഒബിസിറ്റിക്ക് വളരെ നല്ലതാണ്. ഇതിൽ നമുക്ക് വൈറ്റമിൻ സിയും വൈറ്റമിൻ ബി റിച്ചാണ്. അതുപോലെ ധാരാളം പൊട്ടാഷ്യം, മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിഡ്നി പേഷ്യൻസിന് ചക്ക കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല. അതുപോലെ തന്നെയാണ് ഷുഗറുള്ള ഡയബറ്റിക് പേഷ്യൻസിനും ചക്കപ്പഴം വന്നിട്ട് ലിമിറ്റ് വെച്ചിട്ട് കഴിക്കുക. പക്ഷേ നിറയെ കഴിക്കാൻ പാടില്ല. കാരണം ഇതിൽ പൊട്ടാഷ്യം, മാഗ്നീഷ്യം നിറയെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടാനും ചാൻസ് ഉണ്ട്. പക്ഷേ ബാക്കിയുള്ളവർക്ക് ചക്കപ്പഴം നോക്കിയാൽ ഒബിസിറ്റിക്ക്, ഹാർട്ടിൻ്റെ ഹെൽത്തിനും സ്കിന്നിനും എല്ലാം വളരെ നല്ലതാണ്. വൈറ്റമിൻ സിയും ബിയും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും വൈറ്റമിൻ സിയും എയും റിച്ചാണ്. അതുപോലെ നമുക്ക് കണ്ണിനും ഹെയറിനും സ്കിന്നിനും എല്ലാം ക്യാരറ്റ് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇതിൽ ഡെക്കറേറ്റീവായിട്ട് നമ്മൾ പീനട്ട്സും കാൽഷ്യനട്ടും ഉപയോഗിക്കുന്നുണ്ട്. അതും നമുക്ക് ഹെൽത്ത് വൈസ് നോക്കിയാൽ വളരെ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതാണ്. പക്ഷേ ഇതൊരു ഹൈ കലോറി ഫുഡാണ്. കാരണം ഇതിൽ നിറയെ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചൊരു മിൽക്ക് പൗഡറും ഒരു 3 സ്പൂണോളം ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കാം. ഹൈ കലോറി കിട്ടുന്ന ഒരു ഫുഡാണ്. കുട്ടികൾക്കാണെങ്കിൽ അധികമായിട്ട് കഴിക്കാൻ പറ്റും. വലിയവർക്ക് ഇത് വളരെ ലോ ക്വാണ്ടിറ്റി കഴിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ വൈറ്റമിൻസും, വൈറ്റമിൻ എയും ബിയും സിയും എല്ലാം റിച്ചാണ്. മാഗ്നീഷ്യം, പൊട്ടാഷ്യം ഉണ്ട്. ഇതിൽ നമുക്ക് ഒരു ചെറിയ ബൗളിൽ തന്നെ നമ്മൾ ഇതെടുത്തിട്ടുണ്ടെങ്കിൽ, ഈ സ്വീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 100-150 കലോറി ഉണ്ടാവും. അപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കാണെങ്കിൽ ഇത് നിറയെ കഴിക്കാം. കാരണം അവർ ഒരുപാട് നടക്കുകയും ഓടുകയും ചാടുകയും എല്ലാം അങ്ങനെയെല്ലാം ചെയ്യുന്ന ചെറിയ കുട്ടികൾക്ക് ഇത് നല്ല ഒരു ഹൈ കലോറി ഫുഡുമാണ്. എന്നാൽ എല്ലാ വൈറ്റമിൻസും, ന്യൂട്രീഷൻസും, മാഗ്നീഷ്യം, പൊട്ടാഷ്യം എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ കുട്ടികൾക്കാണ് ഇത് ശരിക്കും ഒരു നല്ല സ്യൂട്ടബിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മളൊന്ന് വീഡിയോയിലൂടെ നോക്കാവേ. അപ്പം ഞാനിത് ക്യാരറ്റ് എല്ലാം തോലെല്ലാം കളഞ്ഞു. പിന്നെ അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. പിന്നെ ചക്കപ്പഴവും അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമ്മൾ ചോപ്പറിലിടുന്നുണ്ട് എല്ലാമേ. ക്യാരറ്റെല്ലാം തോല് കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കണേ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് പാതിയായിട്ട് കട്ട് ചെയ്തിട്ട് ചോപ്പറിലിടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടാലും മതി. എന്നിട്ട് ആവശ്യത്തിന് ഉള്ള വളരെ കുറഞ്ഞ ചെറിയ ക്വാണ്ടിറ്റിയിൽ പാല് കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് പാലിൽ ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പം ഞാനിതിൽ അരച്ചെടുത്തപ്പോഴേക്കും ക്യാരറ്റ് ചോപ്പറിലായതുകൊണ്ടായിരിക്കണം വളരെ നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടില്ല.
ലൈറ്റായിട്ട് കടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും. പക്ഷേ ക്യാരറ്റ് കടിക്കുമ്പോഴേക്കും നമുക്കത് തേങ്ങ കടിക്കുന്ന പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. അതായത് ബർഫി എല്ലാം തേങ്ങ ഇട്ടിട്ടുള്ള സ്വീറ്റ്സ് കഴിക്കുന്ന പോലെ ആ ഒരു ടേസ്റ്റ് നമുക്ക് വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് വളരെ നല്ലൊരു സ്വീറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വെക്കേഷനിൽ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു സ്വീറ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുറച്ചൊരു സമയം എടുക്കും ഇത് ഉണ്ടാക്കാനായിട്ട്. എന്നാൽ കൂടി കുട്ടികൾക്ക് വളരെ സ്യൂട്ടായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും മാഗ്നീഷ്യം, പൊട്ടാഷ്യം എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഹൈ കലോറി ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു സൂപ്പർ റെസിപ്പി. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഇപ്പോൾ ചക്കപ്പഴവും ഇതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ക്യാരറ്റും കൂടെ ഒന്ന് ചോപ്പറിലിട്ട് അടിച്ചെടുത്ത് അതിനുശേഷം നമ്മൾ കുറച്ചൊരു പാലിട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ അടിക്കുന്നു. ഏകദേശം ഒരു 1/4 ഗ്ലാസോളം പാൽ മതിയാവേ. പിന്നെ ഒരു 3-4 സ്പൂണ് പഞ്ചസാര ഇട്ട് കൂടി നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നല്ല അടികട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിൽ 1 സ്പൂണ് 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പം ഞാൻ പാൽ ഏകദേശം വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി, ഒരു 1/4 ഗ്ലാസ് അളവിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് നന്നായിട്ടൊന്ന് അരഞ്ഞു വരാൻ പറ്റുന്ന അളവിലുള്ളത് നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ അടികട്ടിയുള്ള പഞ്ചസാര കൂടി ഇടയിലൊന്ന് ഇട്ട് കൊടുക്കണേ. ഒരു 2-3 സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് അരച്ചിട്ട് നമ്മൾ അടികട്ടിയുള്ള ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഒരു 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അരച്ചിട്ടുള്ള ചക്കപ്പഴത്തിൻ്റെയും ക്യാരറ്റിൻ്റെയും മിശ്രിതം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് സ്വിമ്മിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആ ചക്കപ്പഴത്തിൻ്റെ ഒരു പച്ച ചുവയെല്ലാം മാറും, ക്യാരറ്റിൻ്റെ എല്ലാം. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരുന്നവരെ നമ്മളിത് നന്നായിട്ട് അങ്ങനെ വഴറ്റിയിട്ടേ ഇരിക്കണം. പിന്നെ അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണേ. ഞാനിപ്പോൾ ഇതിൽ ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ മധുരം ഒന്ന് നോക്കിയിട്ട് എത്ര മധുരം വേണം അത്രയും ഇട്ട് കൊടുത്തേക്കണേ. ഇതിപ്പോൾ കുറച്ച് നന്നായിട്ട് പഴുക്കാത്ത ചക്കപ്പഴമാണ്. പഴുത്ത ചക്കപ്പഴമാണെങ്കിൽ നമുക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര മതിയാവുമെന്ന് വിചാരിക്കണം. എനിക്കിപ്പോൾ 3 സ്പൂൺ പഞ്ചസാര വേണ്ടി വന്ന്, പിന്നെ അതേപോലെ തന്നെ 2 ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മീഡിയം സ്വിമ്മില അല്ലെങ്കിൽ ഗ്യാസ് സ്വിമ്മില വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിങ്ങനെ നല്ല ഒരു ഇതിൽ വരും, നമുക്ക് അലുവയുടെയെല്ലാം ഒരു കൺസിസ്റ്റൻസി വരും. അതിനുശേഷം ഇപ്പോൾ ഞാൻ പഞ്ചസാര 3 സ്പൂൺ ഇട്ടു. പിന്നെ നമ്മൾ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു 3-4 ടീസ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ റവ ഞാൻ വറുത്തിട്ടില്ല, അങ്ങനെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമ്മൾ നേരെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റവ വറുക്കേണ്ട ആവശ്യമില്ല. ഇത് അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റി നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഇതെല്ലാം മാറി വരുമ്പോൾ നമ്മൾ റവ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 3 സ്പൂണോളം റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചക്കപ്പഴമാണ് അധികം എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3-4 ക്യാരറ്റ് കൊടുത്തിട്ടുണ്ട്. റവയെല്ലാം വളരെ കുറച്ച് മതിയേ, ഒരു 3-4 ടീസ്പൂൺ റവ മതി. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കൈ വിടാതെ അടുക്കി പിടിക്കാതെ ഇങ്ങനെ ഇളക്കിയിട്ടേ ഇരിക്കണമേ. നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മളിത് കുറച്ചധികം സമയം ഒരു ക്ഷമയോടെ ഒരു ഗ്യാസ് സ്വിമ്മിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അടുക്കി പിടിക്കാതെ ഇളക്കണം. നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ആദ്യം 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ അത് ഒന്ന് അടുക്കി പിടിക്കണ പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് മധുരമൊക്കെ നോക്കാം. അതുപോലെ അതിൻ്റെ പച്ചച്ചുവ മാറണം. ചക്കപ്പഴത്തിൻ്റെയും ക്യാരറ്റിൻ്റെയും പച്ചച്ചുവ മാറിയിട്ട് നല്ല ഒരു ടേസ്റ്റ് വരും. ഇപ്പം ഞാൻ ഇതിൽ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഇതിൽ നമ്മൾ തേങ്ങ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ക്യാരറ്റ് ശരിക്കും അങ്ങോട്ട് അരഞ്ഞിട്ടില്ല. അതുകൊണ്ടിട്ട് തേങ്ങ ഇട്ടുള്ള സ്വീറ്റ്സിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് കിട്ടുന്നത്. തേങ്ങ കടിക്കുന്ന പോലെയാണ് നമ്മൾ ക്യാരറ്റ് ഇടയ്ക്ക് കഴിക്കുമ്പോൾ എനിക്ക് തോന്നിയത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്.
അപ്പോൾ ഇത് അങ്ങനെ നന്നായിട്ട് ഇതായിട്ട് വന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അത് ഏകദേശം ഒരു നല്ല നമുക്ക് അത് സ്റ്റിക്കി അല്ലാത്ത മാതിരി ഒരു കണ്ടീഷനിൽ വരും. ആ സ്റ്റേജിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത് തണുക്കാൻ വേണ്ടി വിടണേ. നന്നായിട്ട് ഒരു ചൂടെല്ലാം പോയി ഒരു ലൈറ്റ് ചൂടിരിക്കുമ്പോൾ നമ്മളത് ഉണ്ടയായിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ട് അങ്ങനെ കയ്യിൽ ഉരുട്ടിയെടുക്കാം. ഇതിലിപ്പോൾ ആവശ്യത്തിന് 3 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് ഉണ്ടയായിട്ട് ഉരുട്ടിയെടുക്കാൻ യാതൊരു പ്രയാസവുമില്ല. പെട്ടെന്ന് തന്നെ അത് ഉരുട്ടിയെടുക്കാൻ പറ്റുമേ. കുറച്ചൊന്ന് പോയതിന് ശേഷം നേരിയൊരു ചൂടോടുകൂടി ഇരിക്കുക തന്നെ നമ്മളതങ്ങനെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. എന്നിട്ട് സ്റ്റീമറിൽ വെച്ചിട്ട് അത് ഒരു 5 നിമിഷം ഒന്ന് ആവി കയറ്റിയെടുക്കണേ. അപ്പോൾ ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന് യാതൊരുവിധ പച്ചച്ചൊവയോ അങ്ങനെയൊന്നും വരത്തില്ല. അതുമാത്രമല്ല അതിനൊരു നല്ല സൂപ്പറായിട്ടുള്ള ഒരു ടേസ്റ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു നല്ല സൂപ്പർ റെസിപ്പിയാണ്. നല്ല സ്വീറ്റാണ്, കുട്ടികൾക്ക് പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. കാരണം ഇതിൽ നമുക്ക് ഒരുപാട് എല്ലാ വൈറ്റമിൻസും, വൈറ്റമിൻ ബിയും എയും സിയും മാഗ്നീഷ്യം പൊട്ടാഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇത് ഹൈ കലോറി ഫുഡുമാണ്. പക്ഷേ വലിയവർക്കാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ ക്വാണ്ടിറ്റി, ഒരു ചെറിയ കപ്പിലെടുത്താൽ തന്നെ അത് 100-150 കലോറി ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കഴിക്കാം. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും ഇതിങ്ങനെ ഇളക്കി വരുമ്പോഴേ. ആദ്യത്തെ ഇതിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു ഇതിലായി വരുമ്പോഴേക്കും പതുക്കെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വിടാം. എന്നിട്ട് നെയ്യ് നമുക്ക് കയ്യിൽ പുരട്ടേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് അത് ഉരുട്ടിയെടുക്കാൻ പറ്റും. കാരണം ഇതിലിപ്പോൾ ഏകദേശം ഒരു 3 ടീസ്പൂണോളം നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യ് ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഇട്ട് കൊടുക്കുക, എണ്ണ കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ചെറിയ ബോൾസായിട്ട് എടുക്കുന്നുണ്ട്. അത് ഉണ്ടമാതിരി ചെറിയ ബോൾസാക്കി എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം അതിൽ നമ്മൾ നെയ്യ് നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഏകദേശം 3 ടീസ്പൂണോളം നെയ്യ് നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സ്വീറ്റിന്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെറിയ ഒരു ഉണ്ടമാതിരി ആക്കിയെടുക്കാൻ പറ്റുമേ. ചൂടൊന്ന് പോകണം എന്നേ ഉള്ളൂ. അപ്പോൾ ചൂടൊന്ന് പോയതിന് ശേഷം അത് ഫുള്ള് ഇതുപോലെയുള്ള ബോൾസാക്കി മാറ്റിയിട്ട് നമ്മൾ ഒരു 5-10 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാവേ. ഞാനിപ്പോൾ നേരിയ ചൂടുണ്ട്, അതുകൊണ്ട് ഫാൻ്റെ അടിയിൽ കൊണ്ട് വെച്ചിട്ട് ബോൾസാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തേക്ക് പോയി. അതിനുശേഷം അത് കുറച്ചൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം ബോൾസാക്കി എടുത്ത് നമ്മൾ ഇതിൽ അപ്പച്ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെയുള്ള തട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കിയിട്ടില്ലേ, മൊത്തം ബോൾസ് നമ്മളതിലേക്ക് ബോൾസാക്കിയതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഗ്യാസ് സ്വിമ്മില അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ആവി കയറ്റിയെടുക്കണേ. ആവി ഒരു 5 മിനിറ്റ് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അത് നന്നായിട്ട് തണുക്കാൻ വിടണേ. അതിനുശേഷം നമ്മൾ അതേ സമയത്ത് തന്നെ നമ്മളൊരു 1/2 ലിറ്റർ പാൽ അടുത്ത ഇതിൽ തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. ഗ്യാസ് വന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചേക്കുക. തിളച്ച് വരുമ്പോഴേക്കും നന്നായിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കിയിട്ടേ ഇരിക്കണേ. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഒരു 2-3 ടീസ്പൂൺ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഏലക്കപ്പൊടി ഇവിടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവറും 2 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ മിക്സാക്കിയിട്ട് അതിലേക്ക് തിളപ്പിച്ചാറിയ പാലൊഴിക്കുക. അല്ലെങ്കിൽ പാൽ തിളപ്പിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പാൽ കൂടെ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണേ. ഇപ്പം ഞാനിതിൽ ബോൾസാക്കിയത് മൊത്തം അതിലേക്ക് എടുത്ത് വെക്കുവാണ്. വെച്ചിട്ട് നമ്മളൊന്ന് ആവി കയറ്റി എടുക്കുവാണ് കേട്ടോ. ഒരു 5-10 മിനിറ്റ് നമുക്ക് ആവി കയറ്റേണ്ടി വരും. ഇതിന് നല്ല ഒരു കളറാണ്, ഒരു യെല്ലോ ഓറഞ്ച് കളറാണ് ഈ ബോൾസിന് വരുന്നത്. കാരണം ഇത് ക്യാരറ്റും ചക്കപ്പഴവുമാണ്, ഹൈലി ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതാണ്. കുട്ടികൾക്ക് വളരെ നല്ലതാണ് ഈ സ്വീറ്റ് കേട്ടോ. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിന്നിന് വളരെ നല്ലതാണ്. നല്ല ഗ്ലോയിങ് സ്കിന്ന് കിട്ടാനായിട്ട് ഡെയിലി ക്യാരറ്റ് കഴിച്ചാൽ മതി.
അപ്പോൾ ക്യാരറ്റ് അങ്ങനെ നമ്മൾ ആവി കയറ്റി ഒന്ന് എടുക്കുവാണേ. അതിനുശേഷം ഈ സ്വീറ്റ്സ് ഉരുളയാക്കിയിട്ട് നമ്മൾ ആവി കയറ്റി എടുക്കുവാണ്. അതിനുശേഷം ഞാൻ അടുത്ത ഇതിൽ പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഗ്യാസ് ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കാവുന്നതാണ് ആവി കയറ്റാൻ വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മളൊരു 1/2 ലിറ്റർ പാല് അടുത്ത ഒരു ഈ സ്വീറ്റ് ഉണ്ടാക്കിയ പാനിൽ തന്നെയാണ് ഞാൻ പാല് തിളപ്പിക്കുന്നത്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് കുറുക്കി എടുക്കണം, വറ്റിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഒരു ഏലക്കപ്പൊടി, പാലിന് ആവശ്യമായിട്ടുള്ള മധുരം, അതായത് ഒരു 3 ടീസ്പൂൺ ഏകദേശം മതിയാകും. നിങ്ങൾ മധുരം നോക്കുക, എത്ര ആവശ്യമുണ്ട് അത്രയും മധുരം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2-3 സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ഇട്ട് കൊടുക്കണേ. പിന്നെ കുറച്ച് കോൺഫ്ലവറും പാൽപ്പൊടിയും കൂടെ പാലിൽ കലക്കിയിട്ട് ആ തിളച്ച് വറ്റി വന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണേ. അപ്പോൾ അത് അതേ നല്ലൊരു മധുരമുള്ള നല്ലൊരു സ്വീറ്റ് മാതിരിയാകും അത്. അതിന് ശേഷം നമ്മൾ ഈ ആവി കയറ്റി തണുത്ത് വന്നിട്ടുള്ള ഈ ബോൾസ്, ക്യാരറ്റ് ചക്കപ്പഴത്തിൻ്റെ ആ ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കാഷ്നട്ടും കപ്പലണ്ടിയും മിക്സിയുടെ ചെറിയ ജാറിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പൗഡർ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് കടിക്കണ ലെവലിൽ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ഒരു സ്വീറ്റാണിത്. ഒരു ഡെസേർട്ട് മാതിരി നമുക്കിതൊന്ന് ചൂട് കുറഞ്ഞ പുറകെ കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കരുത്, കീഴെയുള്ള തട്ടിൽ വെച്ചിട്ട് നമുക്കൊന്ന് കൂളിംഗ് ആയതിനു ശേഷം കഴിക്കാവുന്നതാണ്. അപ്പോഴും നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് എന്തായാലും നിങ്ങൾ ഈ വെക്കേഷനിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം ഇത് ചക്കപ്പഴത്തിൻ്റെ സീസണാണല്ലോ. നമുക്ക് കുറച്ചൊരു സമയം എടുക്കും, ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് എടുക്കും എങ്ങനെ പോയാലും ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ. എനിക്ക് ഏകദേശം ഒരു 45 മിനിറ്റ്സ് ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഇവിടെ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. അവർക്ക് ഫ്രിഡ്ജിൽ വെച്ചതിലും നമ്മൾ ഉണ്ടാക്കിയ ഉടനെ കൊടുത്തതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇത് കഴിക്കാം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രീസറിൽ വെച്ച് അതൊരൊറ്റ കട്ടയാകും. താഴെയുള്ള തട്ടിൽ വെച്ചിട്ട് ഒന്ന് കൂളിംഗ് ആയിട്ട് പിറ്റേ ദിവസം നമുക്ക് കഴിക്കാവുന്നതാണിത്. അപ്പം ഞാൻ പാല് ഇത് ബോൾസ് അങ്ങനെ ആവി കയറ്റി വരുന്ന അതേ സമയത്ത് തന്നെ പാലും തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പാല് ഒരു 1/2 ലിറ്ററിൻ്റെ പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ചക്കപ്പഴം ക്യാരറ്റ് ഉപയോഗിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട്, അധികമായിട്ടുള്ള ക്വാണ്ടിറ്റി ആണെങ്കിൽ 1 ലിറ്റർ പാൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ കുറച്ചൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് 1/2 ലിറ്ററാണ് ഞാൻ പാലെടുത്തിട്ടുള്ളത്. അപ്പോൾ പാൽ വന്ന് ഞാൻ സ്വീറ്റ് ഉണ്ടാക്കി അതേ പാനിൽ തന്നെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ടൊന്ന് ഇളക്കി എടുക്കണേ. അതിനുശേഷം നമ്മളൊരു ചെറിയ ബൗളിൽ കുറച്ചൊരു പാലൊഴിക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു 2 ടീസ്പൂൺ മിൽക്ക് പൗഡറും 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതിപ്പോൾ ഞാൻ വന്നിട്ട് അതിലേക്ക് കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്, 2 ടീസ്പൂൺ. അത് നമുക്ക് ഈ പാല് നല്ല തിക്കാകാൻ വേണ്ടി സഹായിക്കുകയും അതൊരു സ്വീറ്റിൻ്റെ നല്ല ഒരു ഇത് കിട്ടും നമുക്ക്. അപ്പോൾ 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടു. അതിനുശേഷം 2 ടീസ്പൂൺ മിൽക്ക് പൗഡർ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കണേ. സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അതേ സമയത്ത് തന്നെ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുള്ള പാല് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മളത് അടിക്ക് പിടിക്കാതെ നോക്കിക്കോണേ. ഇതിപ്പോൾ ഞാൻ മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് 2 ടീസ്പൂൺ. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. കട്ടയില്ലാതെ നന്നായിട്ട് സ്പൂണിൽ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കണം. അത് കോൺഫ്ലവറും മിൽക്ക് പൗഡറും പാലുമാണുള്ളത് ഈ ബൗളിലുള്ളത്. അത് എന്നിട്ട് നമ്മൾ തിളപ്പിച്ച് ഇളക്കി വരുന്ന ആ പാലുണ്ടല്ലോ, ആ പാനിലോട്ട്, ആ പാലിൻ്റെ ഇതിലോട്ട് നമ്മൾ ഇതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുവാണ്. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും സ്പാച്ചില വെച്ച് ഇങ്ങനെ ഇളക്കിയിരിക്കണേ. അടിക്ക് പിടിക്കരുത്. പാല് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഇളക്കി നന്നായിട്ടൊന്ന് വറ്റി വരാൻ വേണ്ടി വിടണം. അതേ സമയത്ത് തന്നെ നമ്മൾ ആ ബോൾസ് ആക്കിയിട്ടുള്ള സ്വീറ്റ് ആവി കയറി വന്ന പുറകെ അത് ഓഫ് ചെയ്തിടുക.
അതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ പാല് വറ്റിച്ചെടുത്ത് വന്നതിലേക്ക് നമ്മൾ അത് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ പാല് വറ്റിച്ച് വരുന്നതിൽ നമ്മൾ 2-3 സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാരയുടെ മധുരത്തിൻ്റെ അളവൊന്ന് നോക്കുക. മധുരം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാകുന്നുള്ളത് ചെക്ക് ചെയ്യണേ. ഒരുപാടധികം മധുരം വേണ്ട, എന്നാൽ ആവശ്യത്തിനുള്ള മധുരം വേണം താനും. മിൽക്ക് മെയ്ഡും നമുക്കൊരു 2-3 ടീസ്പൂൺ കൊടുക്കുക. മിൽക്ക് പൗഡർ ഇടാൻ വേണ്ടി മറക്കരുത്, കാരണം ഇതിൽ മിൽക്ക് പൗഡറാണ് ഒരു പ്രത്യേക നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പം ഞാനിതിൽ പഞ്ചസാര ഒരു 3 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചക്കപ്പഴവും ക്യാരറ്റും കൂടെ വറ്റിച്ച് നെയ്യിൽ വഴറ്റിയെടുക്കുന്ന സമയത്തിൽ 3 സ്പൂൺ പഞ്ചസാരയാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഈ പാലിന് വേണ്ടിയിട്ടും ഞാൻ 3 സ്പൂൺ പഞ്ചസാരയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര മധുരം വേണം അത്രയും പഞ്ചസാര ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെതായ മധുരം ഉണ്ടാകും. മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യുന്നുണ്ട്, അതും ഒരു 2-3 ടീസ്പൂൺ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു നല്ല മധുരം ഉണ്ടാവും. ഇത് നമ്മൾ ഒരു നല്ല ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ബൗൾ എടുക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ള ഒരു സ്വീറ്റാണിത്. പക്ഷേ ഹൈ കലോറിയാണ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വലിയവർക്ക് കഴിക്കുക. കുട്ടികൾക്കാണെങ്കിൽ നിറയെ കഴിക്കാൻ പറ്റും, കാരണം അവർക്ക് ക്യാരറ്റും ചക്കപ്പഴവും എല്ലാം നിറയെ ഉണ്ട്. ഇതിൽ പാലുമുണ്ട്, പക്ഷെ മധുരം കുറച്ച് ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് ഹൈ കലോറി ഫുഡാണിത്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് നമ്മളത് വറ്റിച്ചെടുക്കുവാണേ. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ ചക്കപ്പഴത്തിൽ നമ്മൾ ഏലക്ക പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കയുടേതായിട്ടുള്ള ഒരു ടേസ്റ്റ് കൂടി ഇതിന് കിട്ടണേ. ഇതിങ്ങനെ വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആവി വന്നിട്ടുള്ള ആ ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കപ്പലണ്ടി ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. കപ്പലണ്ടിയും കാഷ്യൂ നട്ട്സും ആണ്. നിങ്ങളുടെ കയ്യിൽ എന്ത് നട്ട്സാണോ ഉള്ളത് അത് ഇടാം. ബദാം ഇടാം, പിസ്ത ഇടാം. പിസ്തയെല്ലാം ഇട്ടാൽ ലൈറ്റായിട്ടൊരു ഗ്രീനിഷ് കളർ കിട്ടും. അപ്പോൾ ഞാനിതിൽ കപ്പലണ്ടിയും കാഷ്യൂ നട്ടുമാണ് എൻ്റെ കയ്യിൽ ഉണ്ടായ നട്ട്സ്. അത് രണ്ടും ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ കപ്പലണ്ടി എല്ലാം കടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിനെ ഹൈലി ന്യൂട്രീഷണൽ വാല്യൂ ആണ്, കാരണം കപ്പലണ്ടി ഉണ്ട്, കാഷ്യൂ നട്ട് ഉണ്ട്, ചക്കപ്പഴം ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പാലും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പറ്റുന്ന ഒരുവിധം എല്ലാ വൈറ്റമിൻസ് ന്യൂട്രീഷൻസും അടങ്ങിയിട്ടുള്ള നല്ല ഒരു സ്വീറ്റാണിത്. ഇപ്പം ഞാൻ മിൽക്ക് മെയ്ഡ് ഒരു 3 സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിതിൽ ഒരു 3 സ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മധുരം കൂടി കിട്ടും നമുക്ക്. മധുരം ശരിക്കും നോക്കിയിട്ട് മാത്രം നമ്മൾ പഞ്ചസാര ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്ര മധുരം വേണം അത്രയും മധുരം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് കൈവിടാതെ ഈ പാലൊന്ന് നമ്മളിങ്ങനെ ഇളക്കിയിട്ടേ ഇരിക്കണേ. പാൽ തിളച്ച്, അതുപോലെ ഗ്യാസ് വന്നിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പാൽ തിളച്ച് വെളിയിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ കൈവിടാതെ ഇളക്കിയിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുന്നു, ആവശ്യത്തിനുള്ള പഞ്ചസാര, പിന്നെ കോൺഫ്ലവറും പാൽപ്പൊടിയും കൂടെ ഒരു കപ്പിൽ നമ്മൾ പാലിൽ കലക്കി വെച്ചിട്ടുണ്ട്, അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത്. മധുരം നമുക്ക് ആവശ്യത്തിന് എത്ര വേണമോ അത്രയും മധുരം ഇട്ട് കൊടുക്കേ. പഞ്ചസാര ഞാനിപ്പോൾ ഇതിന് 1/2 ലിറ്റർ പാലും ഇതിന് നമ്മൾ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര മധുരം വേണമോ അത്രയും ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഏലക്കപ്പൊടി മറ്റേ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചക്കയും ക്യാരറ്റും കൂടെ വഴറ്റണ സമയത്തിൽ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മളിതിൽ ഇപ്പോൾ കോൺഫ്ലവറും പാൽപ്പൊടിയും കൂടെ കലക്കിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ട് വരണേ. പിന്നെ ബോൾസ് ആവി കയറ്റി വെച്ചത് തണുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കാഷ്യൂ നട്ടും കപ്പലണ്ടിയും കൂടെ മിക്സിയുടെ ചെറിയ ജാറിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് മേലെ അങ്ങനെ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. അത് കാണുമ്പോഴേ നല്ല ഭംഗിയാണ്. അതുപോലെ നമ്മൾ ഈ സ്വീറ്റ് കഴിക്കുമ്പോൾ അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കപ്പലണ്ടി ഇടുന്നതിന് മുന്നേ ഒന്ന് വറുത്തിട്ടിടണേ. വറുത്ത കപ്പലണ്ടിയാണ് നല്ലത്, പച്ച കപ്പലണ്ടി ഇട്ട് കൊടുക്കരുത്. കാഷ്യൂ നട്ട് പച്ചയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഇതൊരു നല്ല റെസിപ്പിയാണ്. കുറച്ചൊരു ടൈം ആവുമെങ്കിലും നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഈ വെക്കേഷനിൽ സമയമുള്ളപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഞാൻ കപ്പലണ്ടി ഏകദേശം ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്നട്ടും ഒരു 20-30 കാഷ്നട്ടും എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ അങ്ങനെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് അതിന് മേലേക്ക് ഇട്ട് കൊടുക്കുവാണ്. വറുത്ത കപ്പലണ്ടി പാക്കറ്റിൽ വന്നിട്ടുള്ളതാണിത്. പച്ച കപ്പലണ്ടി ഉപയോഗിക്കരുത്. വറുത്ത കപ്പലണ്ടിയാണ് നമുക്കതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് കൊച്ചു കുട്ടികളുള്ള വീടുകളിൽ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. നല്ല മധുരമുണ്ട്, എന്നാൽ ചക്കപ്പഴമാണെന്ന് അറിയുമില്ല, ക്യാരറ്റ് ഉണ്ടെന്നും അറിയില്ല. നമ്മുടെ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒന്നും കഴിക്കാത്ത കുഞ്ഞു മക്കൾക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്വീറ്റാണിത്. കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അവർക്കപ്പോൾ ഇടയിൽ വന്ന് കുഞ്ഞുങ്ങൾ കഴിച്ചോളൂ. അത് ഇപ്പം നമ്മൾ അങ്ങനെ ഇത് ഇട്ട് കൊടുക്കുകയാണ്. കപ്പലണ്ടിയും കാഷ്നട്ടും കൂടെ പൊടിച്ചത് അതേ നമുക്ക് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. കപ്പലണ്ടിയിൽ ഹൈലി ന്യൂട്രീഷണൽ വാല്യൂസ് ഉള്ളതാണ്. ഞാൻ മുന്നേ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് ഒരുപാട് നമുക്ക് പൊട്ടാഷ്യവും മറ്റ് പല വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ടിട്ട് അതുപോലെ ഡിപ്രഷൻ പ്രോബ്ലം ഉള്ളവർക്കെല്ലാം കപ്പലണ്ടി വളരെ നല്ലതാണ്. അപ്പോൾ മെൻ്റൽ ഹെൽത്തിനും വളരെ നല്ലതാണത്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കപ്പലണ്ടി വന്ന് നമുക്ക് കൊളസ്ട്രോൾ ലെവൽ ലോവർ ചെയ്യാൻ വേണ്ടിയിട്ട്, കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി വളരെ നല്ലതാണ്. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്ക് കപ്പലണ്ടി അധികമായിട്ട് കഴിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഒരുപാട് കപ്പലണ്ടി ഇതിൽ പൊടിച്ചിടുന്നുണ്ട്. അതുമാത്രമല്ല അതിൽ ഫൈബർ റിച്ചാണ്, പ്രോട്ടീൻ റിച്ചുമാണ്. ഇപ്പം നമ്മൾ ഇതൊന്ന് ഞാൻ ഉണ്ടാക്കിയ സ്വീറ്റ് ബോൾസ് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ മൊത്തമായിട്ട് അതങ്ങനെ ഇതിലേക്ക് കൊട്ടിയിടുക. ഇട്ട ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കപ്പലണ്ടിയും കാഷ്നട്ടും കൂടെ പൊടിച്ചത് അതിന് മേലെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നു. ഇതിന് നല്ലൊരു സൂപ്പർ കളറാണ്, ഒരു യെല്ലോയിഷ് ഓറഞ്ച് പോലത്തെ കളറാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇത് വളരെ അട്രാക്റ്റ് ചെയ്യും. അവർ ഇതുപോലുള്ള ക്യാരറ്റും ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഇതിൽ കണ്ടൻ്റായിട്ടുണ്ട്. എന്നാൽ ക്യാരറ്റാണ് അല്ലെങ്കിൽ ചക്കപ്പഴമാണെന്നറിയാതെ തന്നെ അവരിത് കഴിക്കും. നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന നല്ലൊരു സൂപ്പർ സ്വീറ്റ് പോലെ ഇരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ. പക്ഷെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കൂളിങ്ങിലാക്കിയിട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ കീഴെയുള്ള തട്ടുകളിൽ ബോക്സിൽ അടച്ച് വെച്ചിട്ട് അവർക്ക് ആവശ്യത്തിനുള്ളത് എടുത്തു കൊടുക്കാവുന്നതാണ്. നമുക്കിത് അധികമായിട്ട് വളരെ നിറയെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഫ്രീസറിൽ വെക്കരുത്, കീഴുള്ള തട്ടിൽ. ഫ്രീസറിൽ വെച്ചാൽ അതൊരൊറ്റ കട്ട മാതിരിയായി പോകും. അപ്പോൾ ഈ ബോൾസായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് കീഴെയുള്ള തട്ടുകളിൽ ബോക്സിലാക്കിയിട്ട് അടച്ച് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനിതെല്ലാം അങ്ങനെ ഒന്നിച്ചൊന്ന് കൊട്ടിയിട്ട് എന്നിട്ട് ഇളക്കണ്ട, ഇളക്കി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒന്ന് ഇതാക്കിയിട്ടിട്ട് നമ്മൾ മറ്റേ കപ്പലണ്ടിയും കാഷ്നട്ടും മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഉടച്ച് വെച്ചാൽ മതി. പൗഡർ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തത് അതിന് മേലെ ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് ആൽമണ്ട്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, പീനട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള എല്ലാ ന്യൂട്രീഷൻസും അതിലുണ്ടാവും. മാഗ്നീഷ്യം, പൊട്ടാഷ്യം, കാൽഷ്യം, ഫൈബർ, വൈറ്റമിൻസ് എല്ലാം, വൈറ്റമിൻ B6, B2 എല്ലാം അതിലുണ്ടാവുകയെ. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ 3 ബൗളിലായിട്ട് എടുക്കുവാണേ. എടുത്തിട്ട് കുട്ടികൾക്ക് അവർ മേലെയാണ്, അപ്പോൾ മേലെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് 3 ബൗൾസിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ കഴിച്ചപ്പോഴാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൂളിംഗ് ആക്കുന്നതിനേക്കാളും അവർക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. പിന്നെ ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിത് വേണമെങ്കിൽ ചക്കപ്പഴമൊക്കെ അധികം ഉണ്ടെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ കീഴെ തട്ടുകളിലായിട്ട് സൂക്ഷിച്ച് വെച്ച് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇവർക്ക് 2 പേർക്കും വളരെ ഇഷ്ടപ്പെട്ടു.
അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കാൻ. എങ്ങനെ പോയാലും അരമണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ആകും. പക്ഷേ എല്ലാ വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുള്ള സൂപ്പർ റെസിപ്പിയാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ സൂപ്പറായിട്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനു മുന്നേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റാണ്. അപ്പോൾ അവർ മേലെയാണ്, ഞാൻ മേലെ പോയി കൊടുത്തിട്ട് വരാവേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ കഴിച്ചു നോക്കി, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണേ ഇത്. ഓക്കെ, ബൈ ബൈ.